വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ പെട്ടി കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ്, ഒരു ഹ്യൂജ് സ്റ്റേഷനറി ഹോളാണ്. അത് എവിടെ നിന്നാണ്? ഡൈക്കറ്റ് സ്മാർട്ട് നിന്നാണ് ഗൈസ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് കുറച്ച് ക്യൂട്ട് ഐറ്റംസ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഫൈനലി ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എന്താണ്, അവരുടെ ക്വാളിറ്റി ബേസ് ആയാലും അവരെ ആ ഒരു യുണീക്നെസ് ആയാലും അടിപൊളിയാണ് ഗൈസ്, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ എല്ലാം. ഞാൻ വാങ്ങിച്ചത് എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അവരുടെ വെബ്സൈറ്റിലെ ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്ന്. ഞാൻ റൂം മേക്കോർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത സമയം തൊട്ട് എനിക്ക് ഇവരിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ കാത്തിരുന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ റൂം മേക്ക് ഓവറിന് പറ്റിയ ഐറ്റംസ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ എനിക്ക് അത്രയും എൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. ഒരുപാട് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കണ്ടപ്പോൾ ഒരുപാട് വെറൈറ്റി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കുറേ സ്റ്റിക്കർ. ഇതുപോലത്തെ ടംബ്ലർ, കുറച്ച് ബോട്ടിൽസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ ടംബ്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി ആയിട്ടോ. അതുപോലെ തന്നെ നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു പിൻട്രസ്റ്റി വൈബുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഇതുവരെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മിസ്സാക്കാണ്ട് നിങ്ങൾ കയറി ഒന്ന് നോക്കണം. കാര്യം നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഭയങ്കര വിലയായിരിക്കുമെന്ന്. ഇല്ല ഗൈസ്, നല്ല വർത്തായിട്ടുള്ള ഒരു ബഡ്ജറ്റിലാണ് അവർ എല്ലാ പ്രൊഡക്റ്റും കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലും ഇത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പില്ലേ ഗൈസ്, ഭയങ്കര ക്യൂട്ടായിട്ടോ കാണാൻ വേണ്ടി. നല്ല ക്യൂട്ട് പ്രിൻസാണ് അവരെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു സാധനം എടുത്തപ്പോൾ അതിൻ്റെ ഒരു ആ പ്രിൻറ്റിലും ആ ഭംഗിയിലേക്ക് നമ്മളങ്ങ് വീണു പോകും ഇങ്ങനത്തെ സാധനങ്ങൾ. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. കുറേ പേരിങ്ങനെ ഹോൾ വീഡിയോസും ഒക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചതാണ് എനിക്ക് ഇതുപോലത്തെയൊക്കെ വാങ്ങിക്കണമെന്ന്. ഫൈനലി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഒരു സ്കെച്ച് കണ്ടില്ലേ ഗൈസ്, ഇതെന്ന് പറയുന്നത് അക്രിലിക് മാർക്കറാണ്. അതുപോലെ നമുക്കിത് പ്രിൻ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതിൻ്റെ ഈ എൻഡ് പോർഷനിലായിട്ട് നമുക്ക് ഓരോ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിൻ്റാക്കി നമ്മുടെ എന്തെങ്കിലും ഡിസൈൻസൊക്കെ കൊടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം ഗൈസ്. നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഈ പ്രോജക്റ്റിനും കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ നമ്മളെ കുറച്ച് വാഷി ടേപ്സും എറേസറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു കീ ചെയിൻ മേക്കറാട്ടോ. ഇത് കുഴപ്പമില്ല, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സും നമ്മുടെ കീ ചെയിനിലെ ആ ഒരു ഇതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യണം ഗൈസ്. നമുക്കിതൊക്കെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഗൈസ്, ഈ ഒരു എറേസർ എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ കാണാൻ തന്നെ. എന്ത് ഭംഗിയെന്ന് നോക്കിയേ, നല്ല ക്യൂട്ട് ഒരു മിനി ഒരു റാബിറ്റാണെന്ന് തോന്നുന്നു ഗൈസ്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ റോള് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റിക്കർ, ഇത് എന്ത് യൂസാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ആ കണ്ടപ്പോൾ ഉള്ള ഭംഗിയിൽ ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്. അടുത്തത് ഗൈസ്, ഒരു സ്റ്റാമ്പാണ് ഗൈസ്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ഗൈസ്. നമുക്കിപ്പോൾ ആർക്കായാലും പഠിക്കുന്നവർക്കായാലും നമുക്ക് വല്ല അസൈൻമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ജേർണൽ ചെയ്യുന്നവർക്കോ എന്ത് പ്രോസസ്സിന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്ക് പറയാം. നമുക്ക് ജേർണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടൗട്ട്സുകൾ, കുഞ്ഞു കട്ടൗട്ട്സുകളാണ്. ഇതിൽ ഓരോ തീമായിട്ടാണ്. പിന്നെ ഇതും ഒരു ഷാർപ്പ്നറും എറേസറും കൂടെ ചേർന്ന ഒരു ഐറ്റം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ഇത്തവണ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഞാൻ വാങ്ങിയിട്ടാണ് നമ്മളെ ജേർണൽ പർപ്പസിന് വേണ്ടിയിട്ട്. ജേർണലിങ്ങിന് ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്ലൂ, അടിപൊളി ഗ്ലൂ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല സ്മെല്ലൊക്കെയാണ്. പിന്നെ ഈ ജെൽ പെൻസ്, ഇതിലൊന്ന് പെൻസിലാട്ടോ. പിന്നെ ഈ പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറേസ് ചെയ്യാൻ പറ്റിയ പെൻസാണ്. നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഡെസ്കിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഭംഗിയായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ ഇതൊരു കട്ടർ, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ്, ഇത് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് എടുക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഡെസ്കിൽ നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഒരു ബാസ്ക്കറ്റാണ്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഗൈസ്, ഇത്
ഒരുപാടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതുപോലെ എന്താണ് ഭയങ്കര വിൻറ്റേജ് വൈബായിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇതാണ് പല തീമിലായിട്ടും വിൻറ്റേജ് സ്റ്റൈലിൽ എന്താണ് കുറേ സ്റ്റിക്കേഴ്സ് ഈ ഒരു ബോക്സിലായിട്ടോ വരുന്നത്. പിന്നെ ഈ വാഷി ടേപ്പ് ഇതിനകത്ത് ഗൈസ് സർപ്രൈസായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്കത് മനസ്സിലായില്ല, ഇതിനകത്ത് ഒരു സ്റ്റിക്കറും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ വാഷി ടേപ്പ് മാത്രമാണ് ഇത് കണ്ടത് വാങ്ങിയപ്പോഴത്തേക്ക്. ഈ ഒരു സ്റ്റിക്കറിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് അതിൽ അകത്ത് സ്റ്റിക്കർ ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ 3 ടൈപ്പ് എന്താണ് 2 മെറ്റീരിയലിൽ വരുന്ന ഇതാണ് വാഷി ടൈപ്പാണെന്ന് ഉണ്ടായിരുന്നത്. നമുക്ക് ഒരു ഗ്ലോസി ടൈപ്പും ഒരു മാറ്റ് ടൈപ്പും ആയിട്ട് 2 ടൈപ്പാണ് വരുന്നത് ഗൈസ്. അതിൽ നമ്മളെ ഗ്ലോസി ടൈപ്പ് ഒരു 3 എണ്ണം ഉണ്ട്, ബാക്കി മാറ്റ് ടൈപ്പാണ്. പിന്നെ ഇതൊരു ജെൽ പെന്നാണ് ഗൈസ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കഴിഞ്ഞിട്ടൊന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. ഇത് കുറച്ച് ഇത്രയും കളറിൽ 6 കളറോ 9 കളറോ അങ്ങനെ എന്താണ് വരുന്നത് ഗൈസ്. അപ്പോൾ കൊള്ളാം, അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സാധനങ്ങളാണ്, നമുക്ക് പ്രോജക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഗൈസ്. പിന്നെ സ്റ്റിക്കേഴ്സ്, ഇത്രയും സ്റ്റിക്കേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. എന്താണ് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഇരിക്കുന്നത്. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇതൊന്നും യൂസ് ചെയ്യാനേ തോന്നില്ല. അത് വേറൊരു കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതെല്ലാം ഇങ്ങനെ ഒതുക്കി എപ്പോഴും കാണണം. ഇതിങ്ങനെ തീർന്നു പോയാലോ യൂസ് ചെയ്താൽ, അങ്ങനെ ഒരു പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കളക്ട് ചെയ്ത് വയ്ക്കാൻ. ഞാൻ പണ്ട് തൊട്ടേ ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കണ ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ വലുതായപ്പോഴും അതിലൊരു മാറ്റവും ഇല്ല. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു കിറുക്ക് പിടിച്ച അവസ്ഥയായിരുന്നു ഗൈസ്. ഇനി ഇത് യൂസ് ചെയ്യോ ഇല്ലയെന്ന് ദൈവത്തിനറിയാം. മാറ്റി വെച്ചേക്കോ ഇല്ല ഗൈസ്, നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് അടിപൊളി എന്ത് ചെയ്യണം, ചെയ്യണം അല്ലേ. ഇതുപോലെ കോട്ട്സ് എഴുതിയ പേപ്പറുണ്ട്, സ്റ്റിക്കറുണ്ട്, പേപ്പറല്ല സ്റ്റിക്കർ. പിന്നെന്താ ഗേളി ടൈപ്പ് കുറേ ഉണ്ട്. പിന്നെ ഗൈസ് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇതിൽ 2-3 എണ്ണം ഒരേപോലത്തെ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. 2-3 എണ്ണം ഒരുപോലത്തതുണ്ട്. പിന്നെ ഗൈസ് കുറേ സ്റ്റിക്കർ ബുക്കുകൾ കേട്ടോ, ഓരോ തീമിൽ വരുന്ന കുറച്ച് സ്റ്റിക്കർ ബുക്കുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സ്റ്റിക്കർ ബുക്കുകളാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് കാണും കേട്ടോ. ആദ്യം ഒരു മാറ്റ് ടൈപ്പ് കാണും, ഗ്ലോസി ടൈപ്പ് കാണും, പിന്നെ ഒരു അല്ലാത്ത സാധാ നമ്മളെ വൈറ്റ് കളർ ഇത് വരില്ലേ, ആ സ്റ്റിക്കറുണ്ട്. ഈ ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ അടിപൊളിയാണ് ഗൈസ്. എന്ത് അടിപൊളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കില്ല ഗൈസ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറേ ബട്ടർഫ്ലൈസ് ഗൈസ്. ഞാൻ വാങ്ങിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കറായിട്ടോ അത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുറേ സ്റ്റിക്കേഴ്സ്. അങ്ങനെ സ്റ്റിക്കറിൻ്റെ ഒരു പെരുമഴയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സ്റ്റിക്കർ കണ്ട് ഭ്രാന്തായോ എന്നെനിക്ക് ഡൗട്ടായിപ്പോയി. കാര്യം അമ്മാതിരി സ്റ്റിക്കർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ആദ്യം ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ ഇത്രയും സ്റ്റിക്കറൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ വന്നപ്പോഴും ആലോചിച്ചു, ഞാൻ ഇത്രയും സ്റ്റിക്കർ ഓർഡർ ചെയ്തോ ദൈവമേന്ന്, അത്രയ്ക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇനി കുറേ നാളത്തേക്ക് വാങ്ങൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഗൈസ് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല ഗൈസ്. ഇനി അടിപൊളി സാധനങ്ങൾ കാണുമ്പോൾ ഞാൻ വാങ്ങിച്ച് പോവും ഗൈസ്. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ മിസ്സാക്കരുത്. അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കണം ഗൈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേജ് കയറിയ ഒരു സാധനവും കൂടി നമ്മൾ വാങ്ങിക്കാതിരിക്കൂല ഗൈസ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയും ക്യൂട്ടായിരിക്കണോണ്ടേ നമുക്ക് പെട്ടെന്ന് നല്ലൊരു അട്രാക്ഷൻ തോന്നും ഗൈസ്. അതാ. അല്ലെങ്കിൽ തന്നെ ഗൈസ് ഇങ്ങനത്തെ ഐറ്റംസിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്, എനിക്കിഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ വാങ്ങിച്ചേക്കണത്. ഇതൊക്കെയാണ് അതിൻ്റെ കളക്ഷൻ. ഈ ഒരു സ്റ്റിക്കർ ഉണ്ട് ഗൈസ്. ഇത് 2 ഒരുപോലെ ആയിപ്പോയി. ഇതുപോലെ വേറെ ഏതോ ഒരെണ്ണവും കൂടിയുണ്ട്, 2 ഒരുപോലെ ഇരിക്കുന്നത്. അതെനിക്ക് വാങ്ങിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം എന്തായാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് ജേണലൊക്കെ കാണാം ഗൈസ്, ഉറപ്പായിട്ടും. ഇനി ഞാൻ പറ്റിക്കൂല. എപ്പോഴും ഞാൻ പറയും നമുക്കിനി പുതിയ ജേണൽ കാണാം
എന്നിട്ട് ആ ഭാഗത്തോട്ട് ഞാൻ വന്നിട്ടില്ലല്ലേ ഗൈസ്. കുറേ നാളായി നമ്മൾ ജേണലൊക്കെ ചെയ്തിട്ട്. അപ്പം ഇനി നമുക്ക് ജേണലൊക്കെ ചെയ്യാം. എന്താണ് ഗൈസ്, വല്ല തീമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ആ തീമിലൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറേ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ചല്ലോ, അതിൻ്റെ ഒരു പ്രഹസനമായിട്ട് കൂട്ടിക്കോ. നല്ല വല്ല തീമിലൊക്കെ പറയുക ഗൈസ്. എനിക്ക് ബട്ടർഫ്ലൈ തീമിൽ ജേണൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. നിങ്ങൾ ആരും ഒരു തീം പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് അടുത്തതൊരു ബട്ടർഫ്ലൈ തീം ജേണലായിരിക്കും. കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആ ബട്ടർഫ്ലൈസ് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കാണാൻ, നേരിട്ട് കാണാൻ. നിങ്ങൾക്ക് ക്യാമറയിൽ കണ്ടപ്പോൾ എത്രയും മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം നേരിട്ട് കാണാൻ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെയായിരുന്നു സ്റ്റിക്കർ കളക്ഷൻസ്. പിന്നെ ഇതൊരു സ്റ്റാമ്പ് പോലത്തെ നമ്മളെ റോസിൻ്റെ ഒരു തീമിലുള്ളതാണ്. പിന്നെ ഈ ഒരു ജൂട്ട് റോള്. പിന്നെ ഈ ഒരു ബ്രഷ് പെൻ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊരു മറ്റേ നമ്മളെ ഗ്ലൂ ആണ് സംഭവം, അതാണ്. പിന്നെ ഇതും അതേ തന്നെ കേട്ടോ, ഒരു ഗ്ലൂ. ശരിക്കും പറഞ്ഞാൽ ഗൈസ് ഇതിന് എന്തോ ഒരു പേരുണ്ട് ഗൈസ്, ഞാൻ മറന്നുപോയി. എന്താണ്, ടേപ്പ് ഗ്ലൂ എന്നോ അങ്ങനെ എന്തോ ആണ് ഗൈസ് ഇതിൻ്റെ ഒരു പേരെന്ന് പറയണത്. ഞാൻ മറന്നുപോയി ഗൈസ്, സോറി. അപ്പോൾ ഗൈസ് ഇതൊരു നോട്ട് പാഡാണ് കേട്ടോ. നമുക്കിങ്ങനെ വയ്ക്കാനൊക്കെ പറ്റും നമ്മുടെ ടേബിളിൽ. കൊള്ളാം, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇത് അടിപൊളിയാട്ടോ. കുറച്ച് കട്ടൗട്ട്സാണ് നമ്മളെ ഫ്ലവേഴ്സിൻ്റെ. നല്ല ഭംഗിയുണ്ട് ഗൈസ്. നമുക്ക് ജേണലൊക്കെ ചെയ്യുമ്പം സെറ്റാക്കി ചെയ്യാൻ പറ്റും. അങ്ങനെ അടിപൊളിയായിട്ടുണ്ടത്. ഇത് വീണ്ടും ഒരു സ്റ്റിക്കി നോട്ടാണ്. പിന്നെ നമ്മുടെ സ്റ്റിക്കർ റോള്, അത് 2 എണ്ണം ഉണ്ട്. ഒന്ന് സ്റ്റാമ്പ് മോഡലാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇത്രയും ഐറ്റമൊക്കെയാണ് നമ്മുടെ ഡൈ കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾ തീർച്ചയായിട്ടും അവരെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. അടിപൊളി പ്രൊഡക്റ്റുകളുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് അവരേലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റമൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.